വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് കോൺസ്റ്റിറ്റ്യൂഷന്റെ ക്ലാസ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷന്റെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളെ കുറിച്ചാണ്. നമുക്കറിയാം, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ ബാഗ് ഓഫ് ബോറോയിങ്സ്. കേട്ടിട്ടുണ്ടോ നിങ്ങള്? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയെ എന്താ വിളിക്കണേ? ബാഗ് ഓഫ് ബോറോയിങ്സ് എന്നാ വിളിക്കണേന്ന്. കണ്ടോ? ബാഗ് ഓഫ് ബോറോയിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കണേ? അതായത് ധാരാളം കാര്യങ്ങള് നമ്മൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് കടമെടുത്തേക്കാണ്. അതായത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മളോട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യക്ക് ഒരു ഭരണഘടന എഴുതി തയ്യാറാക്കിക്കോളൂ എന്ന് പറഞ്ഞു. നമ്മൾ 2 വർഷവും 11 മാസവും 17 ദിവസവും കൊണ്ട് ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കി. ഒരു രാജ്യത്തിന്റെ ഭരണഘടനയാണ്, അത്ര എളുപ്പമുള്ള കാര്യമില്ല അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അതായത് ലോകത്തെ വിവിധ രാജ്യങ്ങളുടെ ഭരണഘടനകളിൽ നിന്ന് ക്രിയാത്മകമായിട്ടുള്ള ആശയങ്ങൾ കൂട്ടിച്ചേർത്ത് ഒരു ഭരണഘടന തയ്യാറാക്കി. അതുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയെ നമ്മൾ എന്ത് വിളിക്കുന്നത്? കടം കൊണ്ട ഭരണഘടന എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നു? കടം കൊണ്ട ഭരണഘടന അഥവാ ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. കടം കൊണ്ട ഭരണഘടന അഥവാ ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയില്ലോ? ഇനി ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് എന്തിനോട്? ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനോടാണ് ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ എന്ത് വിളിക്കുന്നു? ബ്ലൂ പ്രിന്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. കണ്ടോ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബ്ലൂ പ്രിന്റ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതിനെയാണ്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെയാണ്. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞേ? ഇന്ത്യൻ ഭരണഘടനയെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ എങ്ങനെ വിവരിക്കാം നമുക്ക്? ബാഗ് ഓഫ് ബോറോയിങ്സ് അഥവാ കടം കൊണ്ട ഭരണഘടന അല്ലെങ്കിൽ ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ വിളിക്കാം. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വിളിക്കണേന്നാ പറഞ്ഞേ? അതായത് ലോകത്തെ വിവിധ രാജ്യങ്ങളുടെ ഭരണഘടനകളിൽ നിന്ന് ക്രിയാത്മകമായിട്ടുള്ള ആശയങ്ങൾ കൂട്ടിച്ചേർത്താണ് ഇന്ത്യൻ ഭരണഘടന നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. എന്നാൽ അതിൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് മറ്റു രാജ്യങ്ങളോടല്ല, നമ്മുടെ രാജ്യത്തെ തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ആക്ടിനോടാണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935നെ ബ്ലൂ പ്രിന്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നു. ബ്ലൂ പ്രിന്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മളപ്പോ ആദ്യം തന്നെ എന്താ പഠിക്കുക? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്ന് നമ്മൾ എന്തൊക്കെ കടം കൊണ്ടിരിക്കുന്നു, എന്തൊക്കെ ആശയങ്ങളാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്ന് കടം കൊണ്ടിരിക്കുന്നത്? ആദ്യം തന്നെ നമ്മുടെ ഗവർണർ എന്ന് പറയുന്ന പദവി. നമുക്ക് ഓരോ സംസ്ഥാനത്തും ഗവർണർ എന്ന് പറയുന്ന ഒരു പദവി ഉണ്ടല്ലേ? ആ പദവി നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. ഇനി നമ്മൾ എന്തിനു വേണ്ടിയിട്ടാ പഠിക്കണേ? അതായത് ഗവൺമെന്റ് ജോലി കിട്ടാൻ. പരീക്ഷ ആരാ നടത്തണേ? പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലെ? അപ്പൊ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്ന ആ ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. അപ്പൊ ക്ലിയർ ആയില്ലേ? ഗവർണർ എന്ന് പറയുന്ന പദവി, അതുപോലെ തന്നെ പബ്ലിക് സർവീസ് കമ്മീഷൻ. അടുത്തത് നോക്കൂ, ഫെഡറൽ സിസ്റ്റം. ഫെഡറൽ സിസ്റ്റം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയില് ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. ഫെഡറൽ സിസ്റ്റത്തെ കുറിച്ച് പറയുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. ഇന്ത്യയുടെ ഭരണഘടന എടുക്കുമ്പോൾ ഭരണഘടനയിൽ ഒരിക്കലും ഇന്ത്യൻ ഭരണഘടന ഫെഡറൽ എന്ന് പറയുന്ന പദം നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. കാരണം ഫെഡറൽ സിസ്റ്റത്തില് എന്താണ്? ഫുൾ അധികാരം സെൻട്രൽ ഗവൺമെന്റിനാണ് അല്ലെ? അധികാരം സെൻട്രൽ ഗവൺമെന്റിനാണ്. അപ്പോ എന്താ പറയുന്നത്? സെൻട്രൽ ഗവൺമെന്റിന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫെഡറൽ സിസ്റ്റത്തിൽ അധികാരം സെൻട്രൽ ഗവൺമെന്റിനുണ്ട്. പക്ഷെ തുല്യമായിട്ട് മറ്റ് സംസ്ഥാനങ്ങൾക്കും അധികാരം വിഭജിച്ചു കൊടുക്കുന്നു. പക്ഷെ നമ്മുടെ ഇവിടെ കുട്ടികളുടെ പുസ്തകത്തില് +1 പൊളിറ്റിക്കൽ സയൻസില് ഇന്ത്യ ഫെഡറൽ സിസ്റ്റത്തെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയുടെ ഫെഡറൽ സിസ്റ്റം ഇങ്ങനെയാ നമ്മൾ പറയാ. ഫെഡറൽ സിസ്റ്റം, ഇന്ത്യ ഫെഡറൽ സിസ്റ്റം. വളരെ അടുത്ത പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കണം. ഫെഡറൽ സിസ്റ്റം വിത്ത്
സ്ട്രോങ് സെൻട്രൽ ഗവൺമെന്റ്. കണ്ടോ? ഫെഡറൽ സിസ്റ്റം വിത്ത് സ്ട്രോങ് സെൻട്രൽ ഗവൺമെന്റ് ട്ടോ. ഇങ്ങനെയാണ് പറയുന്നത്, ഇന്ത്യയിലെ ഫെഡറൽ സിസ്റ്റം വിത്ത് സ്ട്രോങ് സെൻട്രൽ ഗവൺമെന്റ് ആണെന്ന്. അപ്പൊ സെൻട്രൽ ഗവൺമെന്റിനാണ് പൂർണ്ണമായിട്ടും അധികാരം. ഇന്ത്യയിലെ ഭരണഘടനാ വിദഗ്ധർ പറയുന്നത് ഇന്ത്യൻ ഭരണഘടന എങ്ങനെയുള്ള ഭരണഘടനയാണ്? ക്വാസി ഫെഡറൽ ആണ്. അതായത് കേന്ദ്രത്തിനാണ് പൂർണ്ണമായിട്ടുള്ള അധികാരം. ചെറിയ രീതിയിലുള്ള അധികാരം ആർക്ക് വിഭജിച്ചു കൊടുത്തിട്ടുണ്ട്? സംസ്ഥാനങ്ങൾക്ക് വിഭജിച്ചു കൊടുത്തിട്ടുണ്ട്. അത്തരം കോൺസ്റ്റിറ്റ്യൂഷനെയാണ് ക്വാസി ഫെഡറൽ എന്ന് പറയുന്നത്. അങ്ങനെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ക്വാസി ഫെഡറൽ ആണ് എന്ന് വിശേഷിപ്പിച്ച ഭരണഘടനാ വിദഗ്ധനാരാണ്? കെ.സി. വെയർ എന്ന് പറയുന്ന ആളാണ്. ആരാണ്? കെ.സി. വെയർ. അദ്ദേഹമാണ് പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടന എങ്ങനെയാണ്? ക്വാസി ഫെഡറൽ ആണ്. അപ്പൊ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭരണഘടനയിലെ ഫെഡറൽ എന്ന് പറയുന്ന ടേം നമ്മൾ അല്ലെങ്കിൽ ആ പദം എടുത്തിട്ടുള്ളത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. പക്ഷെ ഇന്ത്യൻ ഭരണഘടനയിൽ ഫെഡറൽ എന്ന് പറയുന്ന പദം യൂസ് ചെയ്യണില്ല. എന്താണ്? ഇന്ത്യൻ ഭരണഘടന ഫെഡറൽ സിസ്റ്റം വിത്ത് സ്ട്രോങ് സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഇന്ത്യൻ ഭരണഘടന ക്വാസി ഫെഡറൽ ആണ് എന്ന് വിശേഷിപ്പിച്ച ഭരണഘടനാ വിദഗ്ധനാരാണ്? കെ.സി. വെയർ ആണ്. ആരാണ്? കെ.സി. വെയർ എന്ന് പറയുന്ന വ്യക്തിയാണ്. ക്ലിയർ ആയോ? ഇപ്പൊ ഫെഡറൽ എന്ന് പറയുന്ന ആശയത്തോട് നമ്മൾ ഫെഡറൽ സിസ്റ്റത്തോട് കടപ്പെട്ടിരിക്കുന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനോടാണ്. ഇനി അടുത്തത് എമർജൻസി അഥവാ അടിയന്തരാവസ്ഥ. അപ്പൊ എമർജൻസി, അപ്പൊ നിങ്ങൾക്ക് സംശയം തോന്നാം, അയ്യോ എമർജൻസി എന്ന് പറയുമ്പോൾ നമ്മൾ ജർമ്മനി ആണല്ലോ പറയാ. പക്ഷെ എമർജൻസി അഥവാ അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലാണ്. പക്ഷേ അടുത്തത് അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ എമർജൻസി കാലത്ത്, നമ്മൾ എന്ത് ചെയ്യാണ്? അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ, അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ റദ്ദാക്കുന്നതിനെ കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ അതിനോ ആ ഒരു എന്താ പറയുന്ന ആശയത്തോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് എവിടത്തോടാണ്? ഏത് രാജ്യത്തോടാണ്? ജർമ്മനിയിലെ വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്, അല്ലെങ്കിൽ അതിൽ നിന്നാണ്. എവിടത്തെ? ജർമ്മനിയിലെ വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദാക്കുന്നതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആശയത്തെ കുറിച്ച് നമ്മൾ കടം കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ കുറിച്ച് പറഞ്ഞു. അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബ്ലൂ പ്രിന്റ് ആണ്. ഗവർണർ എന്ന് പറയുന്ന പദവി, പബ്ലിക് സർവീസ് കമ്മീഷൻ, ഫെഡറൽ സിസ്റ്റം, എമർജൻസി എന്നീ ആശയങ്ങൾ നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. ഇന്ത്യയിൽ ഫെഡറൽ സിസ്റ്റം വിത്ത് സ്ട്രോങ് സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഇന്ത്യ ഒരു ക്വാസി ഫെഡറൽ സ്റ്റേറ്റ് ആണ് എന്ന് അഭിപ്രായപ്പെട്ട ഭരണഘടനാ വിദഗ്ധൻ കെ.സി. വെയർ ആണ്. എമർജൻസി എന്ന ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണെങ്കിൽ അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദാക്കുന്നു എന്നതിനെ കുറിച്ച് ക്ലിയർ ആയിട്ട് നമ്മൾ കടമെടുത്തിരിക്കുന്നത് ജർമ്മനിയിലെ വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. എവിടെ നിന്നാണ്? ജർമ്മനിയിലെ വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന്. അപ്പൊ ജർമ്മനിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അടിയന്തരാവസ്ഥയെ കുറിച്ചും 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുമാണ് നമ്മൾ പഠിച്ചത്. ഇനി അടുത്തത് നമ്മൾ പല രാജ്യങ്ങളിൽ നിന്ന് കടമെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് എന്തൊക്കെ ആശയങ്ങൾ കടം കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് പഠിക്കാം. ബ്രിട്ടനിൽ നിന്ന് നമ്മൾ കടം കൊണ്ടിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഏക പൗരത്വം അഥവാ സിംഗിൾ സിറ്റിസൺഷിപ്പ്. ഏക പൗരത്വം, ഇന്ത്യയിൽ ഏക പൗരത്വം മാത്രമേ പറ്റുള്ളൂ. മറ്റു രാജ്യത്തെ ഒരു പൗരത്വം നമ്മൾ നേടിക്കഴിഞ്ഞാൽ ഇന്ത്യൻ പൗരത്വം സ്വമേധയാ നഷ്ടപ്പെടും. ഇതൊക്കെ പൗരത്വവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ക്ലാസ് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പൊ പൗരത്വത്തെ കുറിച്ച് നമുക്ക് അപ്പൊ പഠിക്കാം. അപ്പൊ പൗരത്വം എന്ന് പറയുന്ന ആശയം നമ്മൾ എവിടെ നിന്ന് കടം കൊണ്ടു? ബ്രിട്ടനിൽ നിന്നാണ് കടം കൊണ്ടത്. ഇനി അതുപോലെ തന്നെ എന്താണ് നമ്മുടെ മൗലിക അവകാശങ്ങൾ ഓരോ പൗരനും നേടിക്കിട്ടാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതിക്കും അതുപോലെ തന്നെ ഹൈക്കോടതികൾക്കും എന്ത് പുറപ്പെടുവിക്കാം?
റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അവകാശമുണ്ട് എന്ന് നമ്മൾ പഠിക്കും. അപ്പൊ ആ റിട്ടുകൾ എന്ന് പറയുന്ന അവകാശം, റിട്ട് എന്ന് പറയുന്ന ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിയമവാഴ്ച എന്ന് പറയും. നിയമവാഴ്ചയ്ക്ക് നിയമവാഴ്ച എന്നതിനെ കൊടുക്കണം എന്നില്ല, ചിലപ്പോൾ ഇങ്ങനെയും കാണാം റൂൾ ഓഫ് ലോ. റൂൾ ഓഫ് ലോ അഥവാ നിയമവാഴ്ച നമ്മൾ എവിടെ നിന്ന് കടം കൊണ്ടിരിക്കുന്നു നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ബ്രിട്ടനിൽ നിന്നാണ് നിയമവാഴ്ച. എന്താണ് നിയമവാഴ്ച? നിയമത്തിന്റെ മുന്നില് തുല്യതയും, അതായത് തുല്യ പരിരക്ഷയും, അതാണ് റൂൾ ഓഫ് ലോ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ നിയമവാഴ്ചയെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്തു വെക്കണം. ആരാണ് നിയമവാഴ്ച എന്ന് പറയുന്ന പദം കൊണ്ടുവന്നിട്ടുള്ളത്? നിയമവാഴ്ച എന്ന് പറയുന്ന പദം കൊണ്ടുവന്നിട്ടുള്ള ആള് AC ഡൈസി എന്ന് പറയുന്ന ആളാണ്. എ വി ഡൈസി, DICEY ട്ടോ. AV ഡൈസി എന്ന് പറയുന്ന ആളാണ് നിയമവാഴ്ച എന്ന് പറയുന്ന ആശയത്തിന്റെ ആരായിട്ട് കണക്കാക്കുന്നത്? പിതാവായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയില് ഏക പൗരത്വം കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്ന്, റിട്ടുകൾ ബ്രിട്ടനിൽ നിന്ന്, റൂൾ ഓഫ് ലോ അഥവാ നിയമവാഴ്ച നമ്മൾ കടം കൊണ്ടിരിക്കുന്നു ബ്രിട്ടനിൽ നിന്ന്. ഇനി അടുത്തത് പ്രധാനമന്ത്രി എന്ന് പറയുന്ന പദവി നമ്മൾ കടം കൊണ്ടിരിക്കുന്നു ബ്രിട്ടനിൽ നിന്ന്. പ്രധാനമന്ത്രി പദവി കടം കൊണ്ടിരിക്കുന്നു ബ്രിട്ടനിൽ നിന്ന്. അടുത്തത് സ്പീക്കർ എന്ന് പറയുന്ന പദവി കടം കൊണ്ടിരിക്കുന്നു ബ്രിട്ടനിൽ നിന്ന്. സ്പീക്കർ സിസ്റ്റം എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. അടുത്തത് നമ്മുടെ ദ്വിമണ്ഡല സമ്പ്രദായം അല്ലെങ്കിൽ ദ്വിമണ്ഡല സഭ നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. നമ്മുടെ ഇവിടെ എലക്ഷൻ നടക്കും അല്ലെ, അപ്പൊ ആ എലക്ഷൻ സിസ്റ്റം, എലക്ഷൻ സംവിധാനം എവിടത്തെയാണ്? ബ്രിട്ടനിലെ എലക്ഷൻ സംവിധാനത്തോടാണ് നമ്മുടെ സംവിധാനം, ഒരു ബ്രിട്ടന്റെ സംവിധാനം പോലെയാണ് നമ്മുടെ. അപ്പൊ അതുകൊണ്ട് ഇലക്ഷൻ സിസ്റ്റവും ഇവിടെ നിന്നാണ്. അപ്പൊ ഏകപൗരത്വം, റിട്ടുകള്, റൂൾ ഓഫ് ലോ, പ്രധാനമന്ത്രി പദവി, സ്പീക്കർ എന്ന് പറയുന്ന പദവി, ദ്വിമണ്ഡല സഭ, ഇലക്ഷൻ സിസ്റ്റം എന്നതൊക്കെ എവിടെ നിന്ന് കടം കൊണ്ടിരിക്കുന്നു? ബ്രിട്ടനിൽ നിന്ന് കടം കൊണ്ടിരിക്കുന്നതാണ് എന്ന് ഓർത്തു വെക്കുക. ഇനി നമ്മുടെ പ്രസിഡന്റിന്, അതായത് രാഷ്ട്രപതിക്ക്, പ്രസിഡന്റിന് എന്ത് മാത്രമേ ഉള്ളൂ? നാമമാത്രമായ അധികാരം മാത്രമേ ഉള്ളൂ. നാമമാത്രമായ അധികാരം. അപ്പോൾ നാമമാത്രമായ അധികാരം മാത്രമുള്ള ഒരു രാഷ്ട്ര തലവനാണ് ഇന്ത്യയുടെ പ്രസിഡന്റ് എന്ന് പറയുന്ന ആശയവും നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കുക. എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്ന്. അടുത്തത് നമ്മുടെ ക്യാബിനറ്റ് സംവിധാനം. എന്താണ്? ക്യാബിനറ്റ് സിസ്റ്റം. ക്യാബിനറ്റ് സിസ്റ്റം എവിടെ നിന്നാണ് നമ്മൾ കടം കൊണ്ടിരിക്കുന്നത്? ക്യാബിനറ്റ് സിസ്റ്റം എവിടെ നിന്നാണ്? നമ്മുടെ ബ്രിട്ടനിൽ നിന്നാണ്. ഇനി അടുത്തത് ലെജിസ്ലേഷൻ. എന്താണ്? ലെജിസ്ലേഷൻ നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? റൂൾ ഓഫ് ലോ അഥവാ നിയമവാഴ്ച. ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നിയമനിർമ്മാണം. എന്താണ്? നിയമം നിർമ്മിക്കുക. അപ്പൊ നിയമനിർമ്മാണം എന്ന് പറയുന്ന ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത്, അതായത് ഒരു നിയമനിർമ്മാണ സമിതിക്ക് ഇന്ത്യയിൽ ഒരു നിയമനിർമ്മാണ സമിതി അത് നിയമം നിർമ്മിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യും എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം നമ്മൾ കടം കൊണ്ടിരിക്കുന്നതും എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. ഇനി അടുത്തത് പാർലമെന്റിലെ ജനാധിപത്യ വ്യവസ്ഥ. പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥ അതും കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബ്രിട്ടനിൽ ഓർത്തു വെക്കുക. ബ്രിട്ടനിൽ നിന്ന് സിംഗിൾ സിറ്റിസൺഷിപ്പ് അഥവാ ഏക പൗരത്വം എന്ന് പറയുന്ന ആശയം, റിട്ടുകൾ എന്ന് പറയുന്ന ആശയം, നിയമവാഴ്ച അഥവാ റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന ആശയം കടം കൊണ്ടിരിക്കുന്നു. റൂൾ ഓഫ് ലോയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് AV ഡൈസി എന്ന് പറയുന്ന വ്യക്തിയെയാണ്. പ്രധാനമന്ത്രി പദവി, സ്പീക്കർ പദവി അഥവാ അതുപോലെ തന്നെ പ്രസിഡന്റിന് നാമമാത്രമായ അവകാശം തുടങ്ങിയവ ബ്രിട്ടനിൽ നിന്ന് കടം കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇവിടെ ഫോളോ ചെയ്യുന്ന ഇലക്ഷൻ സിസ്റ്റവും നമ്മൾ ബ്രിട്ടനിൽ നിന്ന് കടമെടുത്തതാണ്. പാർലമെന്ററി ജനാധിപത്യ സംവിധാനം, നിയമനിർമ്മാണം അഥവാ ലെജിസ്ലേഷൻ, ക്യാബിനറ്റ് സിസ്റ്റം അഥവാ ഇതിനൊക്കെ തന്നെ നമ്മൾ ആരോടാണ് കടപ്പെട്ടിരിക്കുന്നത്? ബ്രിട്ടനോടാണ്. ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു, അത് വിട്ടുപോയതാണ്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അഥവാ CAG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അഥവാ CAG എന്ന് പറയുന്ന ആശയവും നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ് എന്ന് ഓർത്തു വെക്കണം. അടുത്തത് കാനഡയിൽ നിന്ന് നമ്മൾ എന്തൊക്കെ ആശയങ്ങൾ കടം കൊണ്ടിരിക്കുന്നു എന്ന് ഓർക്കുക. കാനഡയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ശക്തമായ കേന്ദ്രമുള്ള ഒരു ഫെഡറേഷൻ ആണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ശക്തമായ കേന്ദ്രമുള്ള ഒരു ഫെഡറേഷൻ ആണ്. എന്താ?
നമ്മൾ നേരത്തെ പറഞ്ഞത് ഫെഡറൽ സിസ്റ്റം വിത്ത് സ്ട്രോങ് സെൻട്രൽ ഗവൺമെന്റ്, ശക്തമായ കേന്ദ്രമുള്ള ഫെഡറേഷൻ ആണ് എന്ന് പറയുന്ന ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? കാനഡയിൽ നിന്നാണ്. ഫെഡറൽ സിസ്റ്റം വിത്ത് സ്ട്രോങ് സെൻട്രൽ ഗവൺമെന്റ് അഥവാ ശക്തമായ കേന്ദ്രമുള്ള ഫെഡറേഷൻ എന്ന് പറയുന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? കാനഡ. പക്ഷെ ഒരു കാര്യം നമ്മൾ പറഞ്ഞു, ഇന്ത്യൻ ഭരണഘടന എങ്ങനെയാണെന്നുള്ളതാണ്, അതായത് ഒരു ക്വാസി ഫെഡറൽ ആണ് എന്നുള്ളതാണ് ഭരണഘടനാ വിദഗ്ധനായ ആര് പറഞ്ഞത്? KC വെയർ പറഞ്ഞത് എന്നും കൂടി ഓർത്തു വെക്കാം. ഇനി അടുത്തത്, സംസ്ഥാന ഗവർണർമാരെ കേന്ദ്രം നിയമിക്കുന്നു. അതായത് ഓരോ സംസ്ഥാനത്തും എന്തുണ്ട്? ഗവർണർ പോസ്റ്റുകൾ ഉണ്ട്. ആ ഗവർണർമാരെ ആരാണ്? കേന്ദ്രമാണ് എന്ത് ചെയ്യുന്നത്? നിയമിക്കുന്നത്. കേന്ദ്രം നിയമിക്കുന്നു എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ആ ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? കാനഡയിൽ നിന്നാണ്. സംസ്ഥാനത്തെ ഓരോ ഗവർണർമാരെയും കേന്ദ്രം നിയമിക്കുന്നു. എന്നാൽ നമ്മൾ ഗവർണർ എന്ന് പറയുന്ന പദവി നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണെന്ന് നേരത്തെ പറഞ്ഞു. പക്ഷെ ഗവർണർമാരെ സെൻട്രൽ ഗവൺമെന്റ് ആണ് നിയമിക്കുന്നത് എന്ന് പറയുന്ന ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? കാനഡയിൽ നിന്നാണ്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് അവശിഷ്ട അധികാരങ്ങളെ കുറിച്ച് പറയുന്നത് അല്ലെങ്കിൽ അത് കടം കൊണ്ടിരിക്കുന്നത് നമ്മൾ എവിടെ നിന്നാണ്? കാനഡയിൽ നിന്നാണ്. നിയമനിർമ്മാണത്തിന് കേന്ദ്രത്തിന് അവകാശമുണ്ട് എന്നുള്ളതാണ് അവശിഷ്ട അധികാരങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിയമനിർമ്മാണത്തിന് ആർക്ക് അവകാശമുണ്ട്? സെൻട്രൽ ഗവൺമെന്റിന്. അങ്ങനെ നിയമനിർമ്മാണത്തിന് സെൻട്രൽ ഗവൺമെന്റിന് അവകാശമുണ്ട് എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 248. അപ്പൊ അവശിഷ്ട അധികാരം അഥവാ റെസിഡ്യുവൽ പവേഴ്സിനെ കുറിച്ച് പറയുന്നത് അല്ലെങ്കിൽ അത് നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് കാനഡയിൽ നിന്നാണ്. എന്താണ് അവശിഷ്ട അധികാരം? നിയമനിർമ്മാണത്തിന് കേന്ദ്ര ഗവൺമെന്റിന് അവകാശമുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ അവശിഷ്ട അധികാരത്തെ കുറിച്ച് കൃത്യമായി പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 248 ആണ്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് എന്താണ്? അഡ്വൈസറി പവർ ഓഫ് സുപ്രീം കോർട്ട്. സുപ്രീം കോർട്ടിന്റെ അഡ്വൈസറി പവറിനെ കുറിച്ച് പറയുന്നു. അഡ്വൈസറി പവർ ആരുടെയാണ്? സുപ്രീം കോർട്ട്. അഡ്വൈസറി പവർ ഓഫ് സുപ്രീം കോർട്ട്. സുപ്രീം കോർട്ടിന്റെ അഡ്വൈസറി പവറിനെ കുറിച്ചും നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് കാനഡയിൽ നിന്ന്. അതായത് പ്രസിഡന്റിന് സുപ്രീം കോടതിയിൽ നിന്ന് നിയമോപദേശം തേടാം. സുപ്രീം കോടതിക്ക് പ്രസിഡന്റിന് നിയമോപദേശം ഒക്കെ കൊടുക്കാം. അതിനെക്കുറിച്ചൊക്കെ പറയുന്നതാണ് അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ട്. ആ അഡ്വൈസറി പവർ അല്ലെങ്കിൽ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ട് എന്ന് പറയുന്ന ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് ഏത് ഭരണഘടനയിൽ നിന്നാണ്? കാനഡയുടെ ഭരണഘടനയിൽ നിന്നാണ്. ഇനി അടുത്തത് എന്താണ്? യൂണിയൻ ലിസ്റ്റിനെ കുറിച്ച്. അതായത് സെൻട്രൽ ഗവൺമെന്റിന് ഏതൊക്കെ കാര്യങ്ങളിൽ നിയമനിർമ്മാണം നടത്താം. അടുത്തത് സ്റ്റേറ്റ് ലിസ്റ്റ്. ഓരോ സംസ്ഥാന ഗവൺമെന്റുകൾക്കും എന്തിലൊക്കെ നിയമനിർമ്മാണം നടത്താം. അപ്പോൾ യൂണിയൻ ലിസ്റ്റ് അതുപോലെ തന്നെ സ്റ്റേറ്റ് ലിസ്റ്റ് തുടങ്ങിയ ആശയങ്ങൾ നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് കാനഡയിൽ നിന്ന്. അപ്പൊ കാനഡയിലത്തെ കാര്യങ്ങൾ പറയൂ. എന്താ നമ്മൾ പറഞ്ഞ? ഫെഡറൽ സിസ്റ്റം വിത്ത് സ്ട്രോങ് സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറയുന്ന ആശയം, ശക്തമായ കേന്ദ്രമുള്ള ഒരു ഫെഡറേഷൻ എന്ന് പറയുന്ന ആശയം നമ്മൾ കാനഡയിൽ നിന്ന് കടം കൊണ്ടു. ഇനി അതുപോലെ തന്നെ കേന്ദ്രം, നമ്മൾ ഓരോ സംസ്ഥാനത്തിന്റെയും ഗവർണർമാരെ നിയമിക്കുന്നത് കേന്ദ്രമാണെന്ന് നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് കാനഡയിൽ നിന്നാണ്. അവശിഷ്ട അധികാരങ്ങളെ കുറിച്ച്, അതായത് നിയമനിർമ്മാണത്തിന് കേന്ദ്രത്തിന് അവകാശമുണ്ട് എന്ന് പറയുന്ന അവശിഷ്ട അധികാരങ്ങളെ കുറിച്ച് കടമെടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നാണ്. അവശിഷ്ട അധികാരങ്ങളെ കുറിച്ച് കൃത്യമായി പ്രതിപാദിക്കുന്നു. അതായത് ഏത് ആർട്ടിക്കിളിലാണ്? അങ്ങനെയാ ചോദിക്കുക. ആർട്ടിക്കിൾ 248. സുപ്രീം കോർട്ടിന്റെ അഡ്വൈസറി പവറിനെ കുറിച്ച്, യൂണിയൻ ലിസ്റ്റിനെയും സ്റ്റേറ്റ് ലിസ്റ്റിനെയും കുറിച്ചൊക്കെ പറയുന്നു. ഏതില്? നമ്മുടെ കാനഡയിൽ നിന്നുള്ള കാര്യം, കാനഡയിൽ നിന്ന് കടമെടുത്തതാണ്. ഇനി അടുത്തത് നമ്മൾ അമേരിക്കയിൽ നിന്ന്, USA അഥവാ അമേരിക്കയിൽ നിന്ന് എന്തൊക്കെ ആശയങ്ങളാണ് കടമെടുത്തത്? കഴിഞ്ഞ ദിവസം ആമുഖം പഠിച്ചപ്പോ ആമുഖം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് USA യിൽ നിന്ന്
നിന്നാണെന്ന് പഠിച്ചു. ഇനി ലോകത്തിലെ ആദ്യത്തെ ലിഖിത ഭരണഘടന അമേരിക്കയുടെ ഭരണഘടനയാണ് എന്ന് പഠിച്ചു. അപ്പൊ ലിഖിത ഭരണഘടന എന്ന് പറയുന്ന ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നതും എവിടെ നിന്നാണ്? നമ്മള് കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയായിരുന്നു? റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ നമ്മൾ എഴുതി തയ്യാറാക്കിയതല്ലേ? ലോകത്തെ ആദ്യത്തെ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. അതിന്റെ ശില്പി ജെയിംസ് മാഡിസൺ ആണ് എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പഠിച്ചു വെച്ചതാണ്. അപ്പൊ ലിഖിത ഭരണഘടന എന്ന് പറയുന്ന ആശയവും നമ്മൾ കടം കൊണ്ടിരിക്കുന്നു. അടുത്തതും ഇതിനേക്കാളൊക്കെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ് അഥവാ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ഭാഗവും നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. ഇനി അതുപോലെ തന്നെ അടുത്തതാണ് ജുഡീഷ്യറി റിവ്യൂ. എന്താണ്? ജുഡീഷ്യൽ റിവ്യൂ ജുഡീഷ്യൽ റിവ്യൂ. ഇത് നമ്മൾ കടം കൊണ്ടിരിക്കുന്നു എവിടെ നിന്ന്? അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന്. അതായത് എന്താണ്? ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നിയമങ്ങളെ അസാധുവാക്കാനുള്ള സുപ്രീം കോടതിയുടെയോ ഹൈക്കോടതിയുടെയോ അധികാരത്തെയാണ് നമ്മൾ എന്ത് വിശേഷിപ്പിക്കുന്നത്? ജുഡീഷ്യറി റിവ്യൂ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ ജുഡീഷ്യറി റിവ്യൂ എന്ന് പറയുന്ന ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ നിന്ന്. അപ്പൊ ആമുഖം, ലിഖിത ഭരണഘടന, മൗലിക അവകാശങ്ങൾ, ജുഡീഷ്യറി റിവ്യൂ തുടങ്ങിയവ നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അടുത്തത് രാഷ്ട്രപതിയുടെ അഥവാ നമ്മുടെ എന്താന്ന് പറയുന്നത്? രാഷ്ട്രപതി അഥവാ പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ് ഇംപീച്ച്മെന്റ് സംവിധാനം, രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് സംവിധാനത്തെ കുറിച്ച് നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. രാഷ്ട്രപതിയെ കൂടാതെ ഉപരാഷ്ട്രപതി എന്ന് പറയുന്ന പദവി നമ്മൾ കടം കൊണ്ടിരിക്കുന്നത്, വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്ന പദവി നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. ഇനി അടുത്തത് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. അങ്ങനെ പറഞ്ഞ എന്താ അർത്ഥം? ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ, നിയമത്തിന്റെ മുന്നില് തുല്യ പരിരക്ഷ, എല്ലാ പൗരന്മാർക്കും തുല്യ പരിരക്ഷ, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറയുന്ന ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നു എവിടെ നിന്ന്? അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന്. അതുപോലെ സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ, ഇന്ത്യക്ക് ഒരു സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥയുണ്ട്. അങ്ങനെ ഈ സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ, ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി എന്ന് പറയുന്ന ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത്, അതായത് നീതിന്യായ വ്യവസ്ഥ സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കുന്നു. നീതിന്യായ വ്യവസ്ഥയ്ക്ക് എക്സിക്യൂട്ടീവുമായോ നിയമനിർമ്മാണ സഭയുമായോ യാതൊരുവിധ ബന്ധമൊന്നും ഉണ്ടാവില്ല. സ്വതന്ത്രമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശമുണ്ട്. അപ്പൊ അടുത്തത് എന്താ പറയുന്നത്? സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്ന ആശയത്തെ നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. ഇന്ത്യയിലെ ഒരു സ്ട്രോങ് സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്, കൂടാതെ ചെറിയ ചെറിയ കുഞ്ഞു സ്റ്റേറ്റുകൾ ഉണ്ട്. അങ്ങനെ ഇന്ത്യൻ യൂണിയന്റെ ഈ ഘടകങ്ങൾക്ക് സ്റ്റേറ്റ്സ് എന്ത് പേരിട്ടു? സ്റ്റേറ്റ്സ് എന്ന പേര് നൽകിയതും എവിടെ നിന്നാണ്? നമ്മൾ അമേരിക്കയിൽ നിന്നാണ്. അപ്പൊ സ്റ്റേറ്റ് എന്ന പേരിനോട് നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് ആരെയാണ്? അമേരിക്കയാണ്. ഇനി സുപ്രീം കോടതി, ഹൈക്കോടതിയിലൊക്കെ ജഡ്ജിമാരെ നീക്കം ചെയ്യുന്ന സമ്പ്രദായം, സുപ്രീം കോടതിയില് അതുപോലെ തന്നെ ഹൈക്കോടതിയില് ഒക്കെ ആരുണ്ട്? ജഡ്ജിമാരുണ്ട്. ആ ജഡ്ജിമാരെ എങ്ങനെയാണ് നീക്കം ചെയ്യുക എന്നുള്ള ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഇനി നമ്മുടെ സുപ്രീം കോടതിക്ക്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായത്, സുപ്രീം കോടതിക്ക് ഭരണഘടനയെ വ്യാഖ്യാനിക്കാനുള്ള അവകാശമുണ്ട്. ഭരണഘടനയെ എന്ത് ചെയ്യാം? വ്യാഖ്യാനിക്കാനുള്ള അവകാശമുണ്ട്. അതും നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ +1 പൊളിറ്റിക്കൽ സയൻസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ കൃത്യമായിട്ട് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഒന്നും എന്താ പറയാ വിട്ടുപോകാതെ ഭംഗിയായിട്ട് ക്ലാസ് കണ്ട് എഴുതിയെടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. അമേരിക്കയിൽ നിന്ന് ആമുഖം, അതുപോലെ തന്നെ ലിഖിത ഭരണഘടന, മൗലിക അവകാശങ്ങള്, പിന്നെ ഇന്ത്യയിലെ ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് കൂടാതെ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അല്ലെ, സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ഘടകങ്ങള്, അതുപോലെ തന്നെ നിയമത്തിന്റെ മുന്നിൽ എല്ലാവർക്കും തുല്യ പരിരക്ഷ, ഉപരാഷ്ട്രപതിയുടെ പദവി, രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ്, സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ, ജുഡീഷ്യറി റിവ്യൂ, ഇതൊക്കെ നമ്മൾ അമേരിക്കയിൽ നിന്ന് കടം കൊണ്ടു. എന്താ ജുഡീഷ്യറി റിവ്യൂ? ചോദിക്കാൻ സാധ്യതയുണ്ട്.
ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നിയമങ്ങളെ അസാധുവാക്കാനുള്ള സുപ്രീം കോടതിയുടെയോ ഹൈക്കോടതിയുടെയോ അധികാരത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? ജുഡീഷ്യറി റിവ്യൂ എന്ന് വിളിക്കുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുക, അതുപോലെ തന്നെ സുപ്രീം കോടതിക്ക് ഭരണഘടനയെ വ്യാഖ്യാനം ചെയ്യാനുള്ള കഴിവുണ്ട്, അതിനുള്ള അധികാരമുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ കടം കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ എന്താണ് ജപ്പാനിൽ നിന്ന് കടം കൊണ്ടിരിക്കുന്നത്? ജപ്പാനിൽ നിന്ന് നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് നിയമസ്ഥാപിതമായ വ്യവസ്ഥ എന്ന് പറയുന്ന ആശയമാണ്. നിയമത്തിൽ സ്ഥാപിതമായ വ്യവസ്ഥ എന്ന് പറയുന്ന ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് ഏത് ഭരണഘടനയിൽ നിന്നാണ്? ജപ്പാന്റെ ഭരണഘടനയിൽ നിന്നാണ്. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫ്രാൻസ് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. റിപ്പബ്ലിക് എന്ന് പറയുന്ന ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? റിപ്പബ്ലിക് എന്ന് പറയുന്ന ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? റിപ്പബ്ലിക് എന്ന് പറയുന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് നമ്മൾ ഫ്രാൻസിൽ നിന്നാണ്. നമ്മൾ പറഞ്ഞു ഒരു കൺട്രി റിപ്പബ്ലിക് ആവാന്ന് പറഞ്ഞാൽ സ്വന്തമായി ഭരണഘടന രൂപീകരിക്കുകയും ആ രാജ്യത്ത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു തലവൻ ഉണ്ടാകുകയും ചെയ്യുമ്പോഴാണ്. അത്തരം ആശയം റിപ്പബ്ലിക് എന്ന് പറയുന്ന ആശയം നമ്മൾ ഫ്രാൻസിൽ നിന്ന് കടം കൊണ്ടു. റിപ്പബ്ലിക് മാത്രമാണോ ഫ്രാൻസിൽ നിന്ന് കടം കൊണ്ടത്? അല്ല. വേറെ എന്താണ് നമ്മൾ കടം കൊണ്ടത്? സ്വാതന്ത്ര്യം, അല്ലേ? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന ആശയങ്ങളും നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? ഫ്രാൻസിൽ നിന്നാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഇനി അടുത്തത് നമ്മൾ അയർലൻഡിൽ നിന്ന് എന്തൊക്കെ കടം കൊണ്ടിരിക്കുന്നു എന്ന് പഠിക്കുക. അയർലൻഡിൽ നിന്ന് നമ്മൾ എന്തൊക്കെ ആശയങ്ങളാണ് കടമെടുത്തത്? അയർലൻഡിൽ നിന്ന് നമ്മൾ കടമെടുത്ത ആശയം എന്താണ്? പ്രസിഡന്റിന്റെ ഇലക്ഷൻ എവിടെ നിന്ന് കടം കൊണ്ടിരിക്കുന്നു നമ്മൾ? അയർലൻഡിൽ നിന്നാണ്. പ്രസിഡന്റിന്റെ ഇലക്ഷൻ. ഏറ്റവും പ്രധാനം മാർഗനിർദ്ദേശക തത്വങ്ങളാണ്. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് നിർദ്ദേശക തത്വങ്ങൾ ട്ടോ. ഈ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്ന ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? അയർലൻഡിൽ നിന്നാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അയർലൻഡിൽ നിന്ന് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡിൽ നിന്നും നമ്മൾ കടമെടുത്തിരിക്കുന്നു. അയർലൻഡ് ഈ നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണെന്ന് നിങ്ങൾക്കറിയാമോ? സ്പാനിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്, അല്ലെങ്കിൽ സ്പാനിഷ് റിപ്പബ്ലിക്കിൽ നിന്നാണ് അയർലൻഡ് മാർഗനിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ലോകത്ത് ആദ്യമായിട്ട് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഉൾപ്പെടുത്തിയത് ആരാണ്? സ്പാനിഷ് റിപ്പബ്ലിക് ആണ്. അപ്പൊ നമ്മൾ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് സ്പാനിഷ് റിപ്പബ്ലിക്കിൽ നിന്നാണ്. ഇനി നമ്മൾ മാർഗനിർദ്ദേശക തത്വങ്ങൾ കടം കൊണ്ടിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ്. അയർലൻഡ് അത് കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? സ്പാനിഷ് റിപ്പബ്ലിക്കിൽ നിന്നാണ്. ലോകത്ത് ആദ്യമായിട്ട് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഉൾപ്പെടുത്തിയത് ആരാണ്? സ്പാനിഷ് റിപ്പബ്ലിക് ആണ്. ലോകത്ത് ആദ്യമായിട്ട് സ്പാനിഷ് റിപ്പബ്ലിക് ആണ്. അപ്പൊ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ്, മാർഗനിർദ്ദേശക തത്വങ്ങൾ അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നിവ കടം കൊണ്ടിരിക്കുന്നു അയർലൻഡിൽ നിന്ന്. അയർലൻഡ് അത് കടം കൊണ്ടിരിക്കുന്നു സ്പാനിഷ് റിപ്പബ്ലിക്കിൽ നിന്ന്. ലോകത്ത് ആദ്യമായിട്ട് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഉൾപ്പെടുത്തിയ രാജ്യം ഏതാണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ഉൾപ്പെടുത്തിയത് സ്പാനിഷ് റിപ്പബ്ലിക് ആണ്. ഇത്തരം കാര്യം ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് ഏതാണ്? സൗത്ത് ആഫ്രിക്ക. എപ്പോഴും സൗത്ത് ആഫ്രിക്കയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യം പരീക്ഷയ്ക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്. സൗത്ത് ആഫ്രിക്കയുമായി ബന്ധപ്പെട്ട് ഏത് ചോദ്യമാണ് സൗത്ത് ആഫ്രിക്കയോട് ചോദിക്കാറ്? അമെൻമെന്റ് ആണ് ചോദിക്കാറ്, അല്ലേ? നമ്മൾ ഭരണഘടനയിൽ ഭേദഗതി വരുത്താറുണ്ട്. അപ്പൊ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്ന ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. അതുപോലെ തന്നെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നു ട്ടോ. രാജ്യസഭയിലേക്ക് നമ്മൾ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന ആനുപാതിക പ്രാതിനിധ്യ രീതി നമ്മൾ കടം കൊണ്ടിരിക്കുന്നതും എവിടെ നിന്നാണെന്നാ പറയുന്നത്? സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. രാജ്യസഭയിലെ രാജ്യസഭാ അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് നമ്മൾ കടം കൊണ്ടിരിക്കുന്നതും ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്ന ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നതും എവിടെ നിന്നാണെന്നാ പറയുന്നത്? സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് എന്ന് ഓർത്തു
വെക്കുക. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് നമ്മൾ ഓസ്ട്രേലിയയിൽ നിന്ന് എന്തൊക്കെ ആശയങ്ങൾ കടം കൊണ്ടിരിക്കുന്നു എന്ന് ഓർത്തു വെക്കുക. ഓസ്ട്രേലിയയിൽ നിന്ന് എന്തൊക്കെയാണ് നമ്മൾ കടം കൊണ്ടിരിക്കുന്നത്? എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് കൺകറന്റ് ലിസ്റ്റ്. വേണമെങ്കിൽ ചോദിക്കാം, കൺകറന്റ് ലിസ്റ്റിന്റെ മലയാളം ചോദിക്കാം, സമവർത്തി പട്ടിക എന്ന് പറയും. കൺകറന്റ് ലിസ്റ്റ് അഥവാ സമവർത്തി പട്ടിക കേട്ടോ. സമവർത്തി പട്ടിക നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? ഓസ്ട്രേലിയയിൽ നിന്നാണ്. എവിടെ നിന്നാണ്? ഓസ്ട്രേലിയയിൽ. അതുപോലെ തന്നെ ജോയിന്റ് സിറ്റിംഗ് കേട്ടിട്ടില്ലേ നിങ്ങള്? ജോയിന്റ് സിറ്റിംഗ് ഓഫ് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. അപ്പൊ കൺകറന്റ് ലിസ്റ്റ്, അതുപോലെ തന്നെ പാർലമെന്റിലെ ജോയിന്റ് സിറ്റിംഗ്. ഒരു പോയിന്റും കൂടി ഉണ്ട്, അതായത് സംസ്ഥാനങ്ങൾക്ക് ഇവിടെ ഇന്ത്യയില് ധാരാളം സ്റ്റേറ്റുകൾ ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചു. സ്റ്റേറ്റ്സ് ഉണ്ട് അല്ലേ? ഓരോ സംസ്ഥാനങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും? വാണിജ്യ വ്യവസായ ബന്ധങ്ങളിൽ ഏർപ്പെടാൻ പറ്റും. അപ്പൊ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള വാണിജ്യ വ്യവസായ ഇടപാടുകൾക്കുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് അല്ലെങ്കിൽ അത് കടം കൊണ്ടിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്ന്. അപ്പൊ ഓസ്ട്രേലിയയിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റ് അഥവാ സമവർത്തി പട്ടിക എന്ന് പറയുന്ന ആശയം കടം കൊണ്ടു. ജോയിന്റ് സിറ്റിംഗ് അഥവാ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം എന്ന് പറയുന്ന ആശയം കടം കൊണ്ടു. സംസ്ഥാനങ്ങൾ, ഇന്ത്യയിലെ കേന്ദ്രത്തിന്റെ കീഴിലുള്ള സംസ്ഥാനങ്ങൾക്ക് ആ സംസ്ഥാനങ്ങൾ തമ്മില് വാണിജ്യ വ്യവസായത്തിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്ന ആശയം നമ്മൾ എവിടെ നിന്ന് കടം കൊണ്ടു എന്നാ പറയുന്നത്? ഓസ്ട്രേലിയയിൽ നിന്ന് കടം കൊണ്ടു എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ക്ലിയർ ആയോ? ഇനി അടുത്തത് നമ്മൾക്ക് റഷ്യയിൽ നിന്ന് കടം കൊണ്ട ആശയങ്ങളെ കുറിച്ചാണ് പഠിക്കേണ്ടത്. റഷ്യയിൽ നിന്ന് കടം കൊണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മൗലിക കടമകൾ എന്ന് പറയുന്ന ആശയത്തിന് നമ്മൾ ആരോട് കടപ്പെട്ടിരിക്കുന്നു? റഷ്യയോട് കടപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ പ്ലാനിങ്, ആസൂത്രണം എന്ന് പറയുന്ന ആശയം, പ്ലാനിങ് കമ്മീഷൻ, പ്ലാനിങ് ഒക്കെ നമുക്കറിയാം, അതൊക്കെ ഇപ്പൊ ഇല്ലാണ്ടായി. എന്നിരുന്നാൽ കൂടി അതിനെക്കുറിച്ച് നമ്മൾ ഓർക്കണം. പ്ലാനിങ് മാത്രമല്ല, അടുത്ത ആശയം പഞ്ചവത്സര പദ്ധതികൾ കേട്ടോ. പ്ലാനിങ്, പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുന്ന ആശയങ്ങൾ നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? റഷ്യയിൽ നിന്നാണ്. അപ്പൊ മൗലിക കടമകള്, പ്ലാനിങ്, പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുന്ന ആശയങ്ങളൊക്കെ നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? റഷ്യയിൽ നിന്നാണ്. അപ്പൊ ഇത്രയാണ് സോഴ്സസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ തുടക്കം തന്നെ പറഞ്ഞു, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ ബാഗ് ഓഫ് ബോറോയിങ്സ് അല്ലെ? കാരണം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ലോകത്തെ വിവിധ രാജ്യങ്ങളുടെ ഭരണഘടനകളിൽ നിന്ന് ക്രിയാത്മകമായിട്ടുള്ള അംശങ്ങൾ കൂട്ടിച്ചേർത്ത് ഭരണഘടന തയ്യാറാക്കിയിരിക്കുന്നത് കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയെ ബാഗ് ഓഫ് ബോറോയിങ്സ് അഥവാ കടം കൊണ്ട ഭരണഘടന, ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ വിളിക്കണേ എന്ന് പറഞ്ഞു. എന്നിരുന്നാൽ കൂടി പല രാജ്യങ്ങളിൽ നിന്നും കടം കൊണ്ടിട്ടുണ്ടെങ്കിലും ഇന്ത്യൻ ഭരണഘടന ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935നോടാണ്. അതുകൊണ്ട് തന്നെ അതിനെ ബ്ലൂ പ്രിന്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നു എന്നും പറഞ്ഞു. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ എന്താന്ന് പറയുന്നത് സോഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക്. ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.